ഹലോ, നിങ്ങളുടെ സ്മോൾ ബിസിനസ്സിൽ നിന്ന് നല്ല രീതിയിൽ വരുമാനം ഏൺ ചെയ്യാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഇന്ന് പറയാൻ പോണ ടെക്നിക്ക് നിങ്ങളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യുക. ഒരു ബിസിനസ്സിലേക്ക് നിങ്ങളിപ്പോൾ നിലവിൽ ഇറങ്ങിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, വീഡിയോ കണ്ടോ. കാരണം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇതിലൂടെ സെയിൽ ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇന്ന് പറയാൻ പോണ മാർക്കറ്റിംഗ് ടെക്നിക്ക് വേറെ ഒന്നുമല്ല, ആങ്കറിങ് എഫക്റ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ആങ്കറിങ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കസ്റ്റമേഴ്സ് നമ്മൾ ആദ്യം കൊടുത്ത ഇൻഫർമേഷൻ്റെ അടിസ്ഥാനത്തിൽ രണ്ടാമത് കൊടുത്ത ഇൻഫർമേഷനെ ജഡ്ജ് ചെയ്ത് തീരുമാനമെടുക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ആങ്കറിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുള്ളത് എനിക്ക് മനസ്സിലായി. ഞാൻ കുറച്ചും കൂടി എളുപ്പത്തിൽ ഇത് പറഞ്ഞുതരാം. ഞാൻ സൈഡിലൊരു പിക്ചർ കൊടുക്കാം. ഈ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും, ആദ്യത്തെ വില 699, ഇപ്പോഴത്തെ വില 499. അതായത് ആദ്യത്തെ പ്രീവിയസ് വില കൂടിയതാണ്, അത് വെട്ടിട്ടുകൊണ്ട് ഇപ്പോഴത്തെ ഓഫർ പ്രൈസ് കാണിച്ചേക്കാണ്. ഇവിടെ സംഭവിക്കണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആദ്യം കൊടുത്ത ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് രണ്ടാമത് കൊടുത്ത ഇൻഫർമേഷനെ കസ്റ്റമേഴ്സ് ജഡ്ജ് ചെയ്ത് ഇവിടെ തീരുമാനം എടുക്കും. അതായത് മുമ്പ് 699 ആയിരുന്നു, ഇപ്പം അത് 499 ലഭിക്കും. 200 രൂപയുടെ ഡിഫറൻസ് ഉണ്ട്. ഇതൊരു ഓഫറായിട്ട് നമ്മൾ പ്രൊവൈഡ് ചെയ്തേക്കും. എന്നാൽ ഇതേ സമയം നമ്മൾ വെറുതെ ഇപ്പോഴത്തെ വില മാത്രം അങ്ങോട്ട് കാണിച്ചേർന്നെങ്കിൽ കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ ഈ ആങ്കറിങ് എഫക്റ്റ് വർക്കൗട്ട് ആവില്ല. വെറുതെ 499 നമുക്ക് പറയായിരുന്നു. അത് ചെയ്യുന്നതിന് പകരം 699 ക്രോസ് ചെയ്തുകൊണ്ട് 499 പുതിയ പ്രൈസ് കാണിക്കുകയാണ്. ഇപ്പോൾ കസ്റ്റമേഴ്സിന് കമ്പയർ ചെയ്യാൻ എന്തെങ്കിലും ഉണ്ട്. നമ്മൾ മനുഷ്യർ ഡിസിഷൻസ് എടുക്കണ എപ്പോഴും കമ്പയർ ചെയ്തുകൊണ്ടാണ്. ഒന്നിനെ ഐസൊലേഷനിൽ ഡിസിഷൻ എടുക്കണില്ല എന്നാണ് സൈക്കോളജിസ്റ്റുകൾ പറയുന്നത്. അതായത് കൺസ്യൂമർ സൈക്കോളജി പഠിച്ചിട്ടുള്ള ആളുകൾ പറയുന്നത്. എന്തെങ്കിലും ഒന്നിനെ താരതമ്യം ചെയ്തിട്ടാണ് നമ്മൾ എപ്പോഴും ഡിസിഷൻ എടുക്കുക. നമ്മൾ ഡയറക്റ്റ് കസ്റ്റമേഴ്സിന് ഈ 499 കാണിക്കാൻ നേരത്ത് നമ്മളുടെ പ്രൈസ് അത് ഇപ്പോഴത്തെ പ്രൈസ് അതാണ്, അത് മാത്രം കാണിച്ചാൽ മതി. പക്ഷേ അതിക്ക് മുമ്പൊരു ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ട് 699 എന്നുള്ളത്. കാരണം അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കണം നമ്മളുടെ 499 കസ്റ്റമേഴ്സ് ജഡ്ജ് ചെയ്യേണ്ടത്. ഇതിങ്ങനെ കൊടുത്തുകൊണ്ട് എന്താണ് ഈ ആങ്കറിങ് എഫക്റ്റ് ഒക്കെ ഉണ്ടായതുകൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് സെയിൽ നടക്കും. അതെങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഇൻഫർമേഷൻ അവിടെ ഉള്ളത് കൊണ്ട് 699 എന്നുള്ള ഇൻഫർമേഷനെ, ഫസ്റ്റ് ഇൻഫർമേഷനെ അവിടെ വെട്ടിട്ട് കൊടുത്തുകൊണ്ട് കസ്റ്റമേഴ്സിനെ അത് ഡിസിഷൻ എടുക്കാൻ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യും. കസ്റ്റമേഴ്സ് ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യമല്ല. ഓക്കെ, മുമ്പ് പ്രീവിയസ് പ്രൈസ് 699 ആണ്, ഇപ്പോൾ അത് 499 ലഭിക്കും. ഇതൊരു ഓഫറായിട്ട് കൊടുത്തേക്കുകയാണ്. 5 ദിവസത്തെ ഓഫർ, അല്ലെങ്കിൽ ഒരു 1 ഡേ ഫ്ലാഷ് സെയിൽ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഇതൊരു ഓഫർ പോലെ നമ്മൾ കസ്റ്റമേഴ്സിൻ്റെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്യാൻ നേരത്ത് കസ്റ്റമേഴ്സിനെ പെട്ടെന്ന് ഡിസിഷൻ എടുക്കാനായിട്ട് പ്രേരിപ്പിക്കും. അവർ പെട്ടെന്ന് ഡിസിഷൻ എടുത്ത് എന്താ ഗുണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് പെട്ടെന്ന് സെയിൽ നടക്കും. നമുക്ക് പെട്ടെന്ന് തന്നെ കാശ് പെട്ടിയിൽ വീഴും ഒരു ബിസിനസ് ഓണറെ സംബന്ധിച്ചിടത്തോളം. ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്യുന്നത്. ഇതിനെയാണ് ആങ്കറിങ് എഫക്റ്റ് എന്ന് പറയുന്നത്. അതായത് ഫസ്റ്റ് ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കണം സെക്കൻഡ് ഇൻഫർമേഷനെ നമ്മുടെ കസ്റ്റമേഴ്സ് ജഡ്ജ് ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് ഇത് കൊടുക്കുന്നത്. അപ്പോൾ കസ്റ്റമേഴ്സിന് മനസ്സിലാവണം ഇതെന്തായിരുന്നു, ഇതിപ്പോൾ നിലവിൽ എനിക്കൊരു നല്ലൊരു ഡീലാണ്. ഇങ്ങനത്തെ ഒരു ഓഫർ കാണുമ്പോൾ കസ്റ്റമേഴ്സിന് ആവശ്യമില്ലെങ്കിൽ കൂടിയും കസ്റ്റമേഴ്സ് അത് വാങ്ങാനായിട്ട് ശ്രമിക്കും. കാരണം എന്ന് വെച്ചാൽ അവരുടെ ഉള്ളിലൊരു ഫിയർ ഓഫ് മിസ്സിങ് ഔട്ട് വർക്കൗട്ട് ആവും. ഇത് നഷ്ടമാകുമെന്നുള്ളൊരു പേടി കസ്റ്റമേഴ്സിൻ്റെ ഉള്ളിൽ വർക്കൗട്ട് ആവും. ഒരുപാട് മേഖലയിൽ ടെസ്റ്റ് ചെയ്ത് പരീക്ഷിച്ച് വിജയം കണ്ടേക്കുന്ന ഒരു മെത്തേഡാണ് ആങ്കറിങ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് ഡിസിഷൻ എടുക്കാൻ കസ്റ്റമറെ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് സെയിൽ നടക്കും. ഇവിടെ പലരും ഇത് ചെയ്യാറുണ്ട്, പക്ഷേ അത് കറക്റ്റായിട്ടല്ല ചെയ്യാറ്. പലരും വെറുതെ ഒരു രസത്തിനെ എവിടെയെങ്കിലും കണ്ട് അത് അങ്ങനെ തന്നെ കൊടുക്കുന്നു. ഇന്നൊരു സ്ഥലത്ത് ഞാനത് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന സ്ഥാപനം ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്കും ചെയ്യാം. അങ്ങനെ ചെയ്തിട്ട് കാര്യമില്ല. ഇതിൻ്റെ പുറകിലുള്ള കൺസ്യൂമർ സൈക്കോളജി എന്താണെന്നുള്ളത് ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലക്ക്, ഒരു മാർക്കറ്റർ എന്നുള്ള നിലക്ക് നിങ്ങൾ പഠിച്ചിരിക്കണം. എന്തുകൊണ്ട് നമ്മളിത് ചെയ്യുന്നു എന്നുള്ള ആ ചോദ്യം നമ്മുടെ മനസ്സിൽ എപ്പോഴും വേണം. അതിൻ്റെ പുറകിലുള്ള സൈക്കോളജി ആങ്കറിങ് എഫക്റ്റാണ്. ഫസ്റ്റ് ഇൻഫർമേഷനെ ബേസ് ചെയ്തിട്ടായിരിക്കണം സെക്കൻഡ് ഇൻഫർമേഷനെ ജഡ്ജ് ചെയ്യേണ്ടത്. ഇതിനെപ്പറ്റി വളരെ വിശദമായിട്ട് റോബർട്ട് കിയാൽഡിനി അദ്ദേഹത്തിൻ്റെ ബുക്കിൽ ഇൻഫ്ലുവൻസ് ദ സൈക്കോളജി ഓഫ് പെർസ്വേഷൻ എന്ന് പറഞ്ഞാൽ വളരെ ഫേമസ് ആയിട്ടുള്ള കൺസ്യൂമർ സൈക്കോളജി, മൊത്തത്തിലൊരു സൈക്കോളജി ബുക്കാണ്, അതിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. കോൺട്രാസ്റ്റ് പ്രിൻസിപ്പിൾ എന്നാണ് ഇതിന് പറയുന്നത്. ഇപ്പം ഞാനത് വേറൊരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ വീടിനോട് ചേർന്ന് തന്നെ എന്തെങ്കിലും ഒരു പാർട്ടിയുടെയോ എന്തെങ്കിലും സമ്മേളനം നടക്കുന്നു, വലിയ ബഹളം, പ്രസംഗം, പാട്ട്, ഇതൊക്കെ നടക്കുന്നു. അതാണ് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ഇൻഫർമേഷൻ എന്ന് സങ്കല്പിക്കുക. ഈ ഭയങ്കര പാട്ടും ബഹളമൊക്കെ സംഭവിക്കുകയാണ് അവിടെ. പെട്ടെന്നൊരു
ഒരു സമയമാവാൻ നേരത്ത് രാത്രി 10 മണിയാകുമ്പോൾ അതങ്ങോട്ട് പെട്ടെന്ന് സ്റ്റോപ്പായി എന്ന് വിചാരിക്കുക. ഇപ്പോൾ അവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂളായിട്ടുള്ള എന്തെന്നില്ലാത്തൊരു സമാധാനം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. നിങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു സൈലൻസ് ഫീൽ ചെയ്യും. ഈ സൈലൻസ് ആ സമ്മേളനം നടക്കുന്നതിന് മുമ്പേ ഉള്ള അതേ സൈലൻസ് തന്നെയാണ്. പക്ഷേ സമ്മേളനം നടന്നതിന് ശേഷം ആ സൈലൻസ് ഫീൽ ചെയ്യാൻ നേരത്ത് ഒരു പ്രത്യേക ഫീലിംഗ് ആയിരിക്കും അത്. വേറൊരു രീതിയിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ തലവേദന വന്നു അത് മാറാൻ നേരത്ത് ഒരു സുഖം നമുക്ക് അനുഭവപ്പെടും. ഇത് മുമ്പുള്ള ആ തലവേദന വരുന്നതിന് മുമ്പേ ഉള്ള ഒരു സുഖമാണ് അത്. പക്ഷെ തലവേദന വന്നിട്ട് മാറാൻ നേരത്ത് അതാണ് ഫസ്റ്റ് ഇൻഫർമേഷൻ. അതായത് ആ തലവേദന വരിക എന്നുള്ളതാണ് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും തലവേദന മാറിയതിന് ശേഷമുള്ള നമ്മളുടെ ആ ഫീലിങ്ങിനെ നമ്മൾ ജഡ്ജ് ചെയ്യണം. തലവേദന വന്നിട്ട് മാറുമ്പോഴാണ് ആ തലവേദന ഇല്ലാത്തൊരവസ്ഥേനെ നമ്മൾ കൂടുതൽ അപ്രിഷ്യേറ്റ് ചെയ്യുള്ളൂ. എളുപ്പത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ തലവേദന വന്നിട്ട് മാറണം. അപ്പോഴാണ് തലവേദന ഇല്ലാത്ത അവസ്ഥേനെ നമ്മൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് അതിനൊന്ന് അംഗീകരിച്ചു കൊടുക്കുള്ളൂ, നല്ല രീതിയിൽ ജഡ്ജ് ചെയ്യുള്ളൂ അതിൻ്റെ പേരിൽ നമ്മൾ കൂടുതൽ താങ്ക്ഫുള്ളായിട്ട് മാറുള്ളൂ. ഇതേ എഫക്റ്റ് തന്നെയാണ് കസ്റ്റമറിലും വർക്കൗട്ട് ആവണം. നമുക്കവിടെ 699 എന്നുള്ള പ്രൈസ് ക്രോസ് ചെയ്യാതെ തന്നെ 499 എന്ന് കൊടുക്കാമായിരുന്നു. പക്ഷേ 699 കാണിച്ചുകൊണ്ട് ക്രോസ് ചെയ്ത് കാണിച്ച് 499 കൊടുക്കാൻ നേരത്ത് ആ 499 ഇപ്പോൾ ഒരു പ്രത്യേകത സംഭവിച്ചു. കാരണം വെച്ചാൽ അത് തലവേദന ഇല്ലാത്തൊരു സംഗതി ഉണ്ടല്ലോ, ആ ഒരു ഫീലിംഗ് നമുക്ക് എന്താണോ അത് തന്നെയാണ് കസ്റ്റമറുടെ ഉള്ളിലും വർക്കൗട്ട് ആവുന്നത്. വെറുതെ 499 എന്ന് പറയാൻ നേരത്ത് നമുക്കിപ്പോൾ ഒരാഴ്ചയായിട്ട് ഒരു തലവേദനയില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ദിവസം കഴിയുന്ന നമ്മളത് നോർമലായിട്ടൊരു സംഗതിയാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് തലവേദന വരുന്നു, പിന്നെ മാറുന്നു. ആ മാറണ അവസ്ഥേനെ നമ്മൾ കൂടുതലായിട്ട് മൂല്യമുള്ളതായിട്ട് കാണും, തലവേദന വന്ന് മാറിയത് കൊണ്ട്. ഈ ഫസ്റ്റ് ഇൻഫർമേഷനെ ബേസ് ചെയ്തുകൊണ്ട് 499 ജഡ്ജ് ചെയ്യണം. ഇതാണ് ഇതിൻ്റെ പുറകിലുള്ള സൈക്കോളജി. നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഒരു ബിസിനസ് ഓണർ എന്നുള്ള നിലക്ക് എന്തുകൊണ്ടാണ് ഇത് ചെയ്യണേന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. ഹ്യൂമൻ സൈക്കോളജി മനുഷ്യർക്കാണല്ലോ നമ്മൾ വിൽക്കുന്നത്, റോബോട്ടുകൾക്കല്ല, മനുഷ്യർക്കാണ്. അതായത് ഇമോഷൻസ് ഉള്ള മനുഷ്യർക്കാണ് വിൽക്കുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഇതൊക്കെ വർക്കൗട്ടാവും. ഇപ്പോൾ ചിലരുടെ സംശയമാണ് ഇതൊക്കെ വർക്കൗട്ട് ആവുമെന്നുള്ളത്. ഇത് വർക്കൗട്ട് ആവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്നത് കൊണ്ട് ഒരു പക്ഷേ നിങ്ങൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ ടെക്നിക്കുകളിലൊന്നും വീഴില്ലായിരിക്കും. പക്ഷെ നിങ്ങൾ പോലും പലപ്പോഴും നിങ്ങളറിയാതെ വീണിട്ടുണ്ട്. ഇപ്പോൾ ആമസോൺ, ഫ്ലിപ്കാർട്ടൊക്കെ വലിയ വലിയ ഫ്ലാഷ് സെയിലുകൾ കൊടുക്കാൻ നേരത്ത് എന്തുകൊണ്ടാണ് നിങ്ങൾ വാങ്ങുന്നത്? നിങ്ങൾ കാർട്ടിലിട്ടിട്ട് എന്തുകൊണ്ടാണ് 3 ദിവസം വെയിറ്റ് ചെയ്ത് ഓഫർ ഡേയുടെ അന്ന് ക്രെഡിറ്റ് കാർഡ് തപ്പിപ്പിടിച്ച് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്ത് നിങ്ങൾ തന്നെ അത് പർച്ചേസ് ചെയ്യുന്നു, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും ക്രെഡിറ്റ് കാർഡ് വാങ്ങിച്ചിട്ടൊക്കെ നിങ്ങളത് ചെയ്യണം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പുള്ള പ്രൈസ് നിങ്ങൾ കണ്ടിട്ടുണ്ട്. മുമ്പ് ആ പ്രത്യേക മൊബൈൽ ഫോണിന് 50,000 രൂപയായിരുന്നു. ഓഫറിൽ അത് 40,000 കിട്ടും. 10,000 രൂപയുടെ ഡിഫറൻസാണ്. ഈ ഓഫർ 3 ദിവസത്തേക്ക് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ആ 50,000 എന്ന ഫസ്റ്റ് ഇൻഫർമേഷൻ നമ്മൾ കണ്ടതുകൊണ്ട് ഓഫറിലെ 40,000 എന്നുള്ളത് കൂടുതൽ മൂല്യമുള്ളതായി. അതാണ് സെക്കൻഡ് ഇൻഫർമേഷൻ. അതിവിടെ ആങ്കറിങ് എഫക്റ്റ് പോലെ വർക്കൗട്ട് ആയേക്കാണ്. ഇവിടെ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ഓഫറുകൾ ഒരു പ്രത്യേക ഡെഡ് ലൈൻ ഉണ്ടായിരിക്കണം. അതായത് ഇങ്ങനെ നീണ്ടു പരന്ന് ഇങ്ങനെ കിടക്കരുത്. ഒരു ഇത്ര ദിവസം വരെയാണ് ഇത് കിട്ടുള്ളൂ. ആങ്കറിങ് എഫക്റ്റ് വർക്കൗട്ട് ആവണമെങ്കിൽ 365 ദിവസം കസ്റ്റമർ ഇത് കാണുകയാണെങ്കിൽ അപ്പോൾ അതിൻ്റെ മൂല്യം പോയി. മനസ്സിലായി? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 365 ദിവസം നമുക്ക് പ്രശ്നമോ വേദനകളോ ഒന്നുമില്ലെങ്കിൽ അതൊരു സാധാരണ ദിവസമാണ്. പക്ഷേ അതിൻ്റെ ഇടയ്ക്കൊരു തലവേദന ഒന്ന് മാറുമ്പോഴാണ് നമുക്കതിനെ കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ, ആ ഫീലിങ്ങിന്. ഈ ആങ്കറിങ് എഫക്റ്റ് വർക്കൗട്ട് ആവണമെങ്കിൽ നിങ്ങൾ ഒരു ടൈം ലിമിറ്റ് അതിനുണ്ടായിരിക്കണം. ഇന്ന ദിവസം വരെയാണ് അത് നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഈ പ്രത്യേക ഓഫർ നിങ്ങൾക്ക് ഇത്രാം തീയതി വരെയാണ് ലഭിക്കുള്ളൂ. 365 ദിവസം കിടന്നു കഴിഞ്ഞാൽ അതിന് മൂല്യം ഉണ്ടാവില്ല. അപ്പോൾ ഇത് പ്രത്യേകമായിട്ട് നിങ്ങളുടെ ബിസിനസ്സിൽ അപ്ലൈ ചെയ്യാനായിട്ട് നോക്കാം. നിങ്ങൾ എന്തെങ്കിലും ഒരു ഓഫർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ആ ഓഫർ പ്രൈസ് പല കസ്റ്റമേഴ്സും ഒരു പക്ഷേ മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ അവരിത് പുതിയ കസ്റ്റമേഴ്സ് നിങ്ങളുടെ പ്രീവിയസ് പ്രൈസിനെ പറ്റിയിട്ട് അറിവില്ലാത്തവരാണ്. നിങ്ങളതിൽ നിൽക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ ആ പ്രൈസ് ഹിസ്റ്ററി മുഴുവനായിട്ട് നിങ്ങളുടെ മനസ്സിൽ കിടക്കുന്നത്. അപ്പോൾ പുതിയ കസ്റ്റമേഴ്സിന് ഇത് അറിയില്ല. ഇതറിയാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ പ്രീവിയസ് പ്രൈസ്, ഈ ഓഫർ എന്താണെന്നുള്ളത് കസ്റ്റമേഴ്സിന് മനസ്സിലാവണമെങ്കിൽ മുമ്പ് ഇത്ര രൂപ 699 രൂപക്കായിരുന്നു ഞങ്ങൾ ഈ പ്രത്യേക ടോയ് സെല്ല് ചെയ്തുകൊണ്ടിരുന്നത്, ഇപ്പോൾ ഇത് 499 രൂപക്കാണ്. അപ്പോൾ പ്രീവിയസ് പ്രൈസ് എന്തായാലും മെൻഷൻ ചെയ്തിരിക്കണം. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് ഡെഡ് ലൈൻ വേണം. നീണ്ടു പരന്ന് എപ്പോൾ വേണമെങ്കിലും വാങ്ങാമെന്നുള്ള രീതിയിൽ കിടക്കരുത്. 3 ദിവസം 4 ദിവസം അത് എത്രയാണോ നിങ്ങളുടെ ആ ഒരു ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണോ എന്നുള്ളത് നോക്കിയിട്ട്
ആ ഒരു ഡെഡ് ലൈൻ മസ്റ്റ് ആയിരിക്കണം. അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് അർജൻസി ഉണ്ടാവില്ല, എന്തിനിപ്പോൾ വാങ്ങണം, ഇപ്പോൾ വാങ്ങാൻ ഒരു ഇൻസെൻറ്റീവും എനിക്ക് കിട്ടണില്ല. ഒരു കസ്റ്റമർ എന്ന നിലക്ക് ഇപ്പോൾ വാങ്ങിയോണ്ട് ഒരു ഇൻസെൻറ്റീവും ഇല്ല. നാളെ വന്നാലും കിട്ടും, നാളെ കഴിഞ്ഞ് വന്നാലും കിട്ടും, ഇനിയിപ്പോൾ എത്ര നാൾ വന്നാലും കഴിഞ്ഞ് വന്നാലും ഈ സാധനം കിട്ടുമെങ്കിൽ അവിടെ ഒരു ഇൻസെൻറ്റീവ് കസ്റ്റമർ എന്ന നിലയ്ക്ക് എനിക്ക് കിട്ടണില്ല. അതുകൊണ്ട് തന്നെ ഫാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് അവിടെ നടക്കില്ല. എന്നിലൊരു അർജൻസി ഇല്ല, ഒരു തിടുക്കം ഉണ്ടാവില്ല, അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് ചവിട്ടി നിർത്തും. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ ആങ്കറിങ് എഫക്റ്റ് വേറെ ഒന്നുമല്ല, ആദ്യം കൊടുത്ത ഇൻഫർമേഷനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് രണ്ടാമത്തെ ഇൻഫർമേഷനെ ജഡ്ജ് ചെയ്ത് അതിന് കൂടുതൽ മൂല്യമുള്ളതായിട്ട് കസ്റ്റമേഴ്സിൻ്റെ മനസ്സിൽ ഫീൽ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു മാർക്കറ്റിംഗ് ടെക്നിക്കാണ് ആങ്കറിങ് എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാം. ഇതുപോലുള്ള ബിസിനസ് വിശേഷങ്ങളുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾക്ക് ഓൺലൈൻ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് എല്ലാം പഠിക്കണമെന്നുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാവാം. താഴെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ്.